ഒരു പുളിങ്കറി വെച്ചാലോ? കുറച്ച് എണ്ണ കൂടുതൽ വീത്തണേ. എന്നിട്ട് കടുകും ഉലുവയും ഇടാം. എണ്ണ ചൂടാകുമ്പം കടുക് ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുക്കാം. ഇത് പൊട്ടുമ്പം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ നല്ല വശക്കണം. കരിവേപ്പില, പച്ചമുളക് കീറിയിടാം. എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലായിരുന്നു, വറ്റൽ മുളകും ഇല്ലായിരുന്നു. വറ്റൽ മുളകെന്ന് പറഞ്ഞാൽ ഉണക്കമുളക്. ഇത് നല്ലോണം വശങ്ങുമ്പം വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക പുളിങ്കറിയാണ് ഇത്. കത്തിരിക്ക ഇങ്ങനെ ആക്കാം, വെണ്ടയ്ക്ക ഇട്ടും ഇങ്ങനെ ചെയ്യാം, അവരവരെ ഇഷ്ടം പോലെ. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. 3 ദിവസമൊക്കെ ഇരിക്കും കറി. വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക എണ്ണയിൽ ഇച്ചിരി വറണ്ടണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോവും വെണ്ടയ്ക്ക. മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. എരിവ് ഇഷ്ടമുള്ളവർ കുഴപ്പമില്ല. ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി കുറച്ച് കൂടുതലിടണേ. എന്താണെന്ന് ഒരുപാട് വേണ്ട, ഇച്ചിരി മുളക് പൊടിയേക്കാളും ഇച്ചിരി കൂടുതൽ. തക്കാളി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് അവസാനം ഞാൻ പറയാം. അതും കൂടെ വീത്തുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കിത് തക്കാളിയൊക്കെ നല്ലവണ്ണം വശങ്ങി വരുന്നിട്ട് പുളി വീത്തി കൊടുക്കാം, പുളിവെള്ളം. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരുന്നു, പക്ഷെ തേങ്ങാപ്പാലിൽ വീത്ത് മുന്നേ ഫോൺ കട്ടായിപ്പോയി. നിങ്ങൾ തേങ്ങാപ്പാലും കൂടെ വീത്തണം. ഇതിൻ്റെ പുളിയുടെ ചുവയൊക്കെ മാറി ഇച്ചിരി ആകുമ്പോൾ തേങ്ങ നല്ല കട്ടിക്ക് കുറച്ച് മതി. തേങ്ങാപ്പാലും കൂടെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അതുകൊണ്ട് ഈ സമയമാകുമ്പോൾ തേങ്ങാപ്പാൽ വീത്തണം.